السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، هو الأول والآخر والظاهر والباطن، وهو على كل شيء قدير. وأشهد أن نبينا وحبيبنا محمدًا صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا، بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നിയമങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അവൻ്റെ കടുപ്പമുള്ള വിലക്കുകളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു സ്നേഹിക്കുന്ന, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കുക, ആഗ്രഹിക്കുക, പണിയെടുക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ പല വിധത്തിൽ മനുഷ്യനെ ബാധിക്കുന്നു. പലതരത്തിലുള്ള രോഗങ്ങൾ മനുഷ്യനിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ നാടുകളിൽ പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാക്കിയിരിക്കുന്നു. പല വിധത്തിലുള്ള പനികളും അവയെക്കുറിച്ചുള്ള വാർത്തകളും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അവർക്കെല്ലാവർക്കും ശിഫയും സമാധാനവും നൽകുമാറാകട്ടെ. രോഗങ്ങൾക്ക് ചികിത്സയുണ്ട്. രോഗങ്ങളുണ്ടാക്കുന്നത് അല്ലാഹുവാണ്, കാലാവസ്ഥയല്ല. ഏതെങ്കിലും ഗവൺമെൻറ്റുകളോ ഉദ്യോഗസ്ഥന്മാരോ അല്ല രോഗങ്ങളുണ്ടാക്കുന്നത്. രോഗങ്ങളെ പഴിക്കാനും ശപിക്കാനും പാടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗങ്ങളെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു, തദാവൗ, രോഗങ്ങൾ വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. ചികിത്സയാണ് ആവശ്യം. കാരണം ഫഇന്നല്ലാഹ ലം യുൻസിൽ ദാഅൻ ഇല്ലാ അൻസല ലഹു ഷിഫാ.
ഷിഫയില്ലാത്ത ഒരു രോഗവും ശമനമില്ലാത്ത ഒരു രോഗവും ഇറക്കപ്പെട്ടിട്ടില്ല, അള്ളാഹു ഇറക്കിയിട്ടില്ല. രണ്ട് കാര്യം മനസ്സിലാക്കുക. ഒന്ന്, രോഗങ്ങൾ അള്ളാഹു ഇറക്കിയതാണ്. രണ്ട്, എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ അഥവാ ശമനം വെച്ചിട്ടുണ്ട്. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. ചിലത് നമുക്ക് മനസ്സിലായി, ചില ഷിഫയും മാർഗങ്ങളും നമുക്ക് മനസ്സിലായി, ചിലത് നമുക്ക് മനസ്സിലായില്ല. പലതരം ചികിത്സാ മുറകൾ നമ്മളൊക്കെ പരിചയിച്ചിട്ടുണ്ട്. ഹോമിയോപ്പതിയും ആയുർവേദവും മോഡേൺ മെഡിസിനും സിദ്ധവൈദ്യവും പാരമ്പര്യ വൈദ്യവും അങ്ങനെ പലതും. എല്ലാം ചികിത്സകളാണ്, ഷിഫയല്ല. എല്ലാം ഷിഫക്കുള്ള കാരണങ്ങൾ മാത്രമാണ്, ഷിഫ നൽകുന്നവയല്ല. അതാണ് മുസ്ലിമും മുസ്ലിം അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. ഈ പറഞ്ഞ വൈദ്യശാസ്ത്ര ശാഖകളെല്ലാം ചികിത്സാമുറകളാണ്, എന്തല്ല, ഷിഫയല്ല. ഈ പറഞ്ഞ വൈദ്യശാസ്ത്ര ശാഖകളെല്ലാം ഷിഫക്കുള്ള ശമനത്തിനുള്ള ഒരു കാരണമാണ്. അവ എന്തല്ല, ഷിഫ നൽകുന്നതല്ല. ഷിഫ നൽകാൻ ആർക്കേ കഴിയൂ? അള്ളാഹുവിനെ കഴിയൂ. അള്ളാഹുവാണ് ഷിഫ നൽകുന്നവൻ. അള്ളാഹുവാണ് ഷിഫ നൽകുന്നവൻ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അത് പഠിപ്പിച്ചു. വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം. പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിയുടെ കഥ പറയുന്നു. ദീർഘമാണ് ആ കഥ. അതിലിപ്രകാരം നമുക്ക് വായിക്കാം: അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എനിക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ. അവനാണ് എന്നെ ഭക്ഷിപ്പിക്കുന്നത്, ഭക്ഷിപ്പിക്കുന്നതും കുടിപ്പിക്കുന്നതും. ഇതൊക്കെ നമുക്ക് ഉറപ്പുള്ളതാണ്. അള്ളാഹുവാണ് സിട്ടാവെന്ന് നമുക്കുറപ്പുണ്ട്, സംശയമില്ല. നമുക്ക് ഹിദായത്ത് നൽകുന്നത് അള്ളാഹുവാണ് എന്ന് നമുക്കുറപ്പുണ്ട്. നമുക്ക് റിസ്ഖ് നൽകുന്നതും വെള്ളം നൽകുന്നതും അള്ളാഹുവാണ് എന്ന് നമുക്കുറപ്പുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം തുടർന്ന് പറയുന്നു: വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ. വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്. അള്ളാഹുവാണ് ശിഫ നൽകുന്നത്. വൈദ്യശാസ്ത്രത്തിന് ശിഫ നൽകാൻ സാധ്യമല്ല. അത് അള്ളാഹു നിശ്ചയിച്ച ഒരു കാരണം മാത്രമാണ്. ശിഫ നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത പല ശിഫകളും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഭൗതികമായ പദാർത്ഥങ്ങളെ കൊണ്ട് മാത്രം ചികിത്സിച്ചെങ്കിലേ ശിഫയാകൂ എന്ന് മുസ്ലിം മനസ്സിലാക്കരുത്. മുസ്ലിമിന് ശക്തമായ ഒരായുധമുണ്ട്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരായുധം. അതാണ് പ്രാർത്ഥന, ദുആ. പലതരത്തിലുള്ള ചികിത്സാ മുറകളും മനുഷ്യന് പരിചയമുണ്ടെങ്കിലും ശിഫയുടെ മുറ, ശമനത്തിൻ്റെ മുറ, അത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. കാരണം ശിഫ നൽകുന്നത് അള്ളാഹുവാണ്. ശിഫ നൽകുന്നത് ഹോമിയോപ്പതിയല്ല, ആയുർവേദമല്ല, അറിയപ്പെടുന്ന ഏതെങ്കിലും ആശുപത്രിയോ അവിടുത്തെ ഡോക്ടറോ അല്ല. അവിടെ പോയപ്പോൾ എനിക്ക് സുഖമായെന്നല്ല പറയേണ്ടത്. അതൊരു കാരണം മാത്രം. അതാണ് മുസ്ലിമിന്റെ തൗഹീദ്. ആ തൗഹീദിലേക്കാണ് നാം എത്തേണ്ടത്. അങ്ങനെ ശക്തിയുള്ള തൗഹീദ് ഉണ്ടെങ്കിൽ, ആ തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള ഈമാൻ ഉണ്ടെങ്കിൽ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ ഉണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ ശിഫയാകും. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ. ഖുർആൻ ചികിത്സയല്ല. ഖുർആനെ ചികിത്സ എന്നല്ല പറയേണ്ടത്. ഖുർആൻ ഓതി ചികിത്സിക്കുകയല്ല, ഖുർആൻ ശിഫയാണ്.
ഷിഫ ഹോമിയോപ്പതി ചികിത്സയാണ്, ആയുർവേദം ചികിത്സയാണ്, ഖുർആൻ ചികിത്സയല്ല. ഖുർആൻ ഹോമിയോപ്പതിയുടെയും ആയുർവേദത്തിന്റെയും ഔട്ട്പുട്ട് എന്താണോ അതാണ് ഖുർആൻ അഥവാ ഷിഫ. അള്ളാഹുവിന്റെ പ്രയോഗം നോക്കൂ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ഷിഫാ. ഖുർആനിൽ നിന്ന് നാം നിങ്ങൾക്ക് ഷിഫ അവതരിപ്പിക്കുന്നു. ചികിത്സ ആണെന്നല്ല പറഞ്ഞത്, ഷിഫയാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഒരു പഥ്യമുണ്ട്. എല്ലാ ചികിത്സകൾക്കും പഥ്യമുണ്ടല്ലോ. ഷിഫ വേണമെങ്കിൽ പഥ്യം വേണമല്ലോ. ഏതാ പഥ്യം? ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് മാത്രം. ഈമാനാണ് പഥ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാഹുവാണ് ഷിഫയാക്കുന്നതെന്ന കടുപ്പമുള്ള തൗഹീദ്. ആ തൗഹീദ് മനസ്സിലുണ്ടെങ്കിൽ, ജീവിതത്തിലുണ്ടെങ്കിൽ, അതാണ് എന്നെ നയിക്കുന്നതെങ്കിൽ, നിയന്ത്രിക്കുന്നതെങ്കിൽ ഖുർആൻ ഷിഫയാണ്. ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പഠിപ്പിച്ചു, പറഞ്ഞു കൊടുക്ക് നബിയെ, ഹുവ അത് ഖുർആൻ, ലില്ലദീന ആമനൂ എല്ലാ രോഗികൾക്കുമല്ല, എല്ലാ മനുഷ്യർക്കുമല്ല, എല്ലാ ജീവികൾക്കുമല്ല, ലില്ലദീന ആമനൂ വിശ്വസിച്ചവർക്ക്. ഹുദൻ വശിഫ അത് ഹുദയുമാണ് ഷിഫയുമാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ ഷിഫയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു, സഹാബത്ത് കണ്ടു. മനസ്സിലാക്കുക നാം അത്. ഖുർആൻ ഓതി അവർ ഷിഫ കണ്ടെത്തി. ഖുർആൻ മന്ത്രമാക്കി. മന്ത്രം ഖുർആനിനെ കൊണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മന്ത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉരുവിട്ട ദുആകളും ദിക്റുകളുമാകണം മന്ത്രം. അത്തരത്തിലുള്ള മതപരമായി അല്ലാഹു നിർദ്ദേശം നൽകി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു, പഠിപ്പിച്ചു തന്നു. അത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഷിഫയാണ്. തുടർന്ന് അല്ലാഹു പറയുന്നത് വല്ലാത്ത ഒരു കടുപ്പമുള്ള വാചകമാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്, ഷിഫയാണ് ഖുർആൻ. അപ്പോഴോ മുഅ്മിനല്ലാത്തവനോ? അതാണ് അടുത്ത വാചകം, വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. മുഅ്മിനല്ലാത്തവൻ, ളാലിം ഇവിടെ അവനാണ്, ക്രമം തെറ്റി ജീവിച്ചവൻ, അല്ലാഹു നിശ്ചയിച്ച ക്രമം തെറ്റി ജീവിച്ചവൻ. അവന് ഇത് ശിഫയല്ലെന്ന് മാത്രമല്ല, കനത്ത നഷ്ടമുണ്ടാക്കും. അത് നഷ്ടമാണ്. അപ്പോ ഖുർആൻ ശിഫയാകണമെങ്കിൽ, മന്ത്രങ്ങൾ ശിഫയാകണമെങ്കിൽ മുഅ്മിനാകണം, കടുപ്പമുള്ള മുഅ്മിൻ. അല്ലാഹു മാത്രമാണ് സുഖമാക്കുന്നവനെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച മുഅ്മിൻ. ആ മുഅ്മിൻ. മന്ത്രവാദികളെ സൃഷ്ടിക്കാനല്ല. നമ്മൾ ഇന്ന് കാണുന്നത് മന്ത്രവാദികളാണ്. എല്ലാവരും മന്ത്രക്കാരും മന്ത്രവാദികളുമാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ പോലും മന്ത്രത്തിൻ്റെ ആൾ. അതിനും കേസ്. മന്ത്രവാദികളെ സൃഷ്ടിക്കാനല്ല. മന്ത്രങ്ങൾ എന്തിനാണ്? അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം റസൂലുള്ളാഹി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച മന്ത്രങ്ങൾ വിശ്വാസവും തവക്കുലും ശക്തിയോടുകൂടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത്. ഈമാനും തവക്കുലും ഉണ്ടാക്കാനാണ് മന്ത്രം. അതുകൊണ്ട് തന്നെ മന്ത്രിക്കണം. ആര് മന്ത്രിക്കണം? അതാണ് വിഷയം. മന്ത്രവാദി മന്ത്രിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. തങ്ങളോ ബീവിയോ മൗലവിയോ മുസ്ലിയാരോ മന്ത്രിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ല, അങ്ങനെയായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമക്ഷത്തിങ്കൽ മന്ത്രിക്കാൻ വന്നവരുടെ ക്യൂ ഉണ്ടാകണമായിരുന്നു. അല്ലേ? ചികിത്സ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയോ മുടിയിട്ട വെള്ളമോ അല്ല. മുടിയിട്ട വെള്ളം ചികിത്സയായി അതിനുവേണ്ടി ക്യൂ നിന്ന് കച്ചവടം നടത്തുന്ന മന്ത്രം, ഇതൊന്നും മന്ത്രമല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗമല്ല, അതിനെതിരായ മാർഗമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം മന്ത്രിച്ചു. എന്തിനാ മന്ത്രിച്ചത്? നമുക്ക് പഠിപ്പിച്ചു തരാൻ എങ്ങനെ മന്ത്രിക്കണം എന്നത്. മന്ത്രിക്കേണ്ടത് സ്വന്തമാണ്. ഒരാൾ എനിക്ക് മന്ത്രിക്കുകയല്ല. അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഇഖ്ലാസ് ഉള്ളതും ഏറ്റവും സ്വീകാര്യതയുള്ളതും ഏറ്റവും ശക്തിയുള്ളതും തൗഹീദും ഈമാനും തവക്കുലും തിങ്ങി നിറഞ്ഞ മനസ്സിനകത്തു നിന്നുള്ള മന്ത്രങ്ങളാണ്. ആ മന്ത്രമാണ് ആവശ്യം. നോക്കൂ നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചു തന്നു. ആയിഷ റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഇശ്തകാ യഖറഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാത്ത് വയൻഫുസു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം വന്നാൽ, പ്രയാസം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ യഖറഉ അലാ നഫ്സിഹി, നബി സ്വയം ഓതും ബിൽ മുഅവ്വിദാത്ത്, മുഅവ്വിദാത്തുകൾ. മുഅവ്വിദത്തൈനി അറിയാലോ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ രണ്ട് സൂറത്തുകളാണ്. അത് വല്ലാത്ത സൂറത്തുകളാണ്. അത് മനസ്സിലാക്കിയാൽ നമ്മളും ഓതിപ്പോകും. കാരണം ആ സൂറത്ത് അത്ര ശക്തിയുള്ളതാണ്. ഒന്നാമത്തേത് സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. പ്രഭാതത്തിൻ്റെ നാഥനോട് ഞാനിതാ രക്ഷ തേടുന്നു, രക്ഷ ചോദിക്കുന്നു, ആപത്തിൽ നിന്ന് മോചനം ചോദിക്കുന്നു. ആരോട്? സൃഷ്ടികളോടല്ല, ദേവന്മാരോടും ദേവിമാരോടുമല്ല, ജ്യോത്സ്യന്മാരോടും ജ്യോത്സികളോടുമല്ല, തങ്ങന്മാരോടും ബീവിമാരോടുമല്ല, ബിറബ്ബിൽ ഫലഖ്. അതാണ് ഈമാൻ. ആ ഈമാൻ ഉണ്ടെങ്കിൽ ഖുർആൻ ശിഫയാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, സൃഷ്ടിച്ച എല്ലാ തിന്മയിൽ നിന്നും രക്ഷ. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുട്ട് മൂടിയാൽ ആ ഇരുട്ടിന്റെ ആപത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന് രക്ഷ. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതിക്കൊണ്ടിരിക്കുന്നവരുടെ തിന്മയിൽ നിന്ന് രക്ഷ. കെട്ടുകളിൽ ഊതിക്കൊണ്ടിരിക്കുന്നവർ, നമ്മൾ കണ്ട ചികിത്സാരികളൊക്കെ കെട്ടുകളിൽ ഊതി നമുക്ക് കെട്ടുതരല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതോ വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, ഈ കെട്ടുകളിൽ ഊതുന്നവൻ ശൈത്താനാണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് രക്ഷ. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. അങ്ങനെ ഉണ്ടോ ഒരു ചികിത്സ? കെട്ടുകളിൽ ഊതിയിട്ട് 33 യാസീനുള്ള നൂല, അത് കെട്ടിയാൽ എല്ലാം രക്ഷ. എവിടെയാണ് തൗഹീദ്? ആരാണ് രക്ഷ? ആരിലാണ് അഭയം? നൂലിൽ. പോയില്ലേ? വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം, നമ്മുടെ നേതാവ് പറയുന്നത് എനിക്ക് രോഗമായാൽ അള്ളാഹു സുഖമാക്കും. നമ്മൾ പറയുന്നത് നമുക്ക് 33 കെട്ടുള്ള ഈ നൂല് സുഖമാക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സുഖമാക്കും. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വെക്കുന്ന എല്ലാ അസൂയാലുക്കളിൽ നിന്നും രക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, എന്നിട്ട് തടവി, രോഗം വന്ന സ്ഥലത്ത് ഊതി. സുബ്ഹാനല്ലാഹ്, സ്വയം ചെയ്തു. സൂറത്തുന്നാസ് നിങ്ങൾക്കറിയാമല്ലോ, അതും അതുതന്നെ. രക്ഷ തേടാൻ അള്ളാഹുവിനോടുള്ള ചോദ്യം, അള്ളാഹുവിനോട് രക്ഷ തേടുന്ന സ്വഭാവം, അതാണ് വേണ്ടത്. അതാണ് ശരിയായ യഥാർത്ഥത്തിലുള്ള രീതി. അതല്ലേ അള്ളാഹു പഠിപ്പിച്ചത്? വഇമ്മാ യൻസഗന്നക നസ്ഗുൻ മിനശ് ശൈത്താൻ, പിശാചിൽ നിന്നുള്ള വല്ല ഉപദ്രവവും പ്രയാസവും നിനക്ക് നേരിട്ടാൽ എന്താ ചെയ്യേണ്ടത്? ജ്യോത്സ്യൻ്റെ അടുത്ത് പോകണം എന്നാ? സാഹിറിൻ്റെ അടുത്ത് പോകണം എന്നാ? മാരണം ചെയ്യുന്നവൻ്റെ അടുത്ത് പോകണം എന്നാ? തിരിച്ച് സിഹർ ചെയ്യാൻ പോകണം എന്നാ? അല്ല. ഫസ്തഇദ് ബില്ലാഹ്. സുബ്ഹാനല്ലാഹ്, ഫസ്തഇദ് ബില്ലാഹ്. അള്ളാഹുവിനോട് രക്ഷ തേടണം. അള്ളാഹ്ക്കേ കഴിയുള്ളൂ ആ രക്ഷ തരാൻ. അതുകൊണ്ട് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, സ്വയം ചെയ്യണം. എന്നിട്ടോ ബാക്കി കേൾക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ആയിഷ ബീവി വിവരിച്ചു തരുന്നു. ഫലമ്മഷ്തദ്ദ വജഅഹു, അദ്ദേഹത്തിന് രോഗം കഠിനമായപ്പോൾ, വഫാത്താകുന്ന രോഗം, അവസാനത്തെ രോഗം, അപ്പോഴോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതാൻ വയ്യ, ഊതാൻ വയ്യ. അപ്പോഴോ കുൻതു അഖറഉ അലൈഹി, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഓതും. വ അംസഹു അൻഹു ബിയദിഹി റജാഅ ബറകതിഹാ, അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഞാൻ തടവുകയും ചെയ്യും. ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് തടവുകയും ചെയ്യും. ആലോചിച്ച് നോക്കൂ, അസാധ്യമാകുമ്പോൾ മറ്റുള്ളവർ മന്ത്രിക്കണം, സാധിക്കുമ്പോഴോ നമ്മൾ സ്വയം മന്ത്രിക്കണം. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുഴുവൻ മന്ത്രങ്ങളുടെയും രീതി. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ വീണ്ടും പറഞ്ഞു തരുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അവ ഇലാ ഫിറാശിഹി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി സുമ്മ നഫസ ഫീഹിമാ, രാത്രിയായാൽ കിടപ്പറയിലേക്ക് ചെന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകളും ഒരുമിച്ച് കൂട്ടിപ്പിടിക്കും, എന്നിട്ട് അതിലൂതും. നഫസ, ചെറിയ ഊത്ത്, ചെറിയ തുപ്പലിങ്ങനെ തെറിക്കണ ഒരു ഊത്ത്, അതാണെന്ത് നഫസ. എന്നിട്ട് ഫഖറഅ ഫീഹിമാ, ആ രണ്ട് കൈകളിലും, ഊതിയ രണ്ട് കൈകളിലും നബി ഓതും, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, 3 സൂറത്തും ഓതും. സുമ്മ യംസഹു ബിഹിമാ മസ്തതാഅ മിൻ ജസദിഹി, ആ കയ്യെത്താവുന്ന മുഴുവൻ സ്ഥലത്തും ആ കൈകളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടകും. യബ്ദഉ ബിഹിമാ അലാ റഅസിഹി വ വജ്ഹിഹി, തല മുതൽ നബി തുടങ്ങും, മുഖത്തിലൂടെ ഇങ്ങനെ വരും, തലയിൽ നിന്ന് തുടങ്ങി മുഖത്തിലൂടെ. വമാ അഖ്ബല മിൻ ജസദിഹി, മുൻഭാഗം മുഴുവൻ അങ്ങനെ തടവും, കയ്യെത്താവുന്ന സ്ഥലം മുഴുവൻ തടവും. യഫ്അലു ദാലിക 3 മറാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ഇതാവർത്തിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് മന്ത്രിക്കേണ്ടത്, തടവേണ്ടത്, ഖുർആൻ കൊണ്ട് ശിഫയാകാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് സ്വയമായിരിക്കണം. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം, വല്ലാത്ത ഒരു രോഗമായി ഈ സാധനം വർദ്ധിച്ചിരിക്കുന്നു. ഖുർആൻ കൊണ്ട് ചികിത്സിക്കാൻ പ്രത്യേകം കേന്ദ്രങ്ങൾ, അവിടെ അതിനു വേണ്ടിയുള്ള കുറേ ആളുകൾ, അത് പൈസ വാങ്ങിയും പൈസ വാങ്ങാതെയും ചികിത്സിക്കുന്നവർ. ഇതൊക്കെ യഥാർത്ഥത്തിൽ നാം ഇവയെക്കുറിച്ചൊക്കെ തികച്ചും ബോധവാന്മാരാകേണ്ടവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രീതി ഇതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരവസരത്തിൽ വല്ലാത്ത പ്രയാസമുണ്ടായി, സ്വയം മനസ്സിലാകാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള പ്രയാസം. തിരുമേനിയുടെ സന്നിധിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് ജിബ്രീൽ ചോദിച്ചു, യാ മുഹമ്മദ് ഇഷ്തകൈത്, മുഹമ്മദേ എന്തോ പ്രയാസമുണ്ടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ പ്രയാസമുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. പ്രയാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന് ജിബ്രീൽ പറഞ്ഞു, ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹി അർഖീക്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മന്ത്രിച്ചു കൊടുത്തു. എപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മന്ത്രിക്കാൻ സാധിക്കാതെ വന്ന ഘട്ടത്തിൽ. എന്നിട്ട് ആ മന്ത്രവും പഠിപ്പിച്ചു, ബിസ്മില്ലാഹി അർഖീക്, അള്ളാഹുവിൻ്റെ നാമത്തിൽ, ആ നാമം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മന്ത്രിക്കുന്നു. മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക്, എല്ലാ താങ്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും. മിൻ ശർരി കുല്ലി നഫ്സിൻ, താങ്കളുടെ മനസ്സിലുള്ള എല്ലാ തിന്മയിൽ നിന്നും. ഔ ഐനി ഹാസിദിൻ, താങ്കളോട് അസൂയ കാണിച്ച എല്ലാവരുടെ കണ്ണിൽ നിന്നും. അല്ലാഹു യശ്ഫീക്, അള്ളാഹു താങ്കൾക്ക് ശിഫ നൽകട്ടെ. ബിസ്മില്ലാഹി അർഖീക്. നോക്കൂ, ഇതാണ് മന്ത്രത്തിൻ്റെ രീതി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? ഇദഷ്തകാ മിന്നാ ഇൻസാനുൻ മസഹഹു ബിയമീനിഹി സുമ്മ ഖാൽ, ഒരു പ്രയാസം വന്നാൽ, രോഗം വന്നാൽ, പ്രയാസം വന്ന സ്ഥലത്ത് അവൻ്റെ വലത് കൈവെക്കണം. എന്നിട്ടവൻ പറയണം, അദ്ഹിബിൽ ബഅസ് റബ്ബൽ ബഅസ് വഷ്ഫി അൻത ഷാഫി ലാ ഷിഫാഅ ഇല്ലാ ഷിഫാഉക്
ഷിഫാഅൻ ലാ യുഗാദിറു സഖമ. മന്ത്രം, യഥാർത്ഥ മന്ത്രം എന്താ പറയേണ്ടത്? അദ്ഹിബിൽ ബഅ്സ റബ്ബന്നാസ്. ജനങ്ങളുടെ റബ്ബേ, എൻ്റെ ഈ രോഗം, എൻ്റെ ഈ പ്രയാസം നീ എനിക്ക് ഇല്ലാതാക്കി തരണമേ. വഷ്ഫി അൻത ഷാഫി. നാഥ, നീ എനിക്ക് ശിഫയാക്കണം, നീ മാത്രമാണ് ശിഫയാക്കുന്നവൻ. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക് ശിഫാഅൻ ലാ യുഗാദിറു സഖമ. പിന്നീട് ഒരിക്കലും രോഗം വരാത്ത രൂപത്തിൽ ശിഫയാകാൻ നിന്റെ ശിഫക്ക് മാത്രമേ, നീ നൽകുന്ന ശമനത്തിന് മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് നാഥ, എനിക്ക് ശിഫ നൽകണം. ഇതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതി. രാവിലെ ചൊല്ലാൻ, വൈകുന്നേരം ചൊല്ലാൻ ദിക്റുകൾ പഠിപ്പിച്ചു തന്നു. ആ ദിക്റുകൾ മന്ത്രമാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ മെല്ലെ ചെല്ലണതാണല്ലോ മന്ത്രം, അല്ലേ? മെല്ലെ ചെല്ലിയാൽ അത് മന്ത്രമായി. അതെ, അതൊക്കെ മന്ത്രങ്ങളാണ്. ആ ദിക്റുകളൊന്നും നാം മറന്നു പോകാൻ പാടില്ല. അതിനൊക്കെ ശക്തിയുണ്ട്, ശിഫയുണ്ട്, കരുത്തുണ്ട്. ഓരോന്നിൻ്റെയും, ഓരോ ദിക്റുകളുടെയും കരുത്തും ശക്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടാൻ നമ്മൾ ഓരോ ദിക്റുകളും നമ്മൾ പഠിച്ചതാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ഈ ദിക്റുകൾ ചൊല്ലി, ഈ മന്ത്രങ്ങൾ ഉരുവിട്ട് സകലവിധ ശൈത്താനിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ തേടി തൗഹീദ് മനസ്സിലുറപ്പിച്ച് ജീവിക്കുക. അതാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ സുരക്ഷിതത്വമാണ് നമുക്ക് ആവശ്യം. രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധം പടച്ച റബ്ബിൻ്റെ സുരക്ഷിതത്വമാണ്. അതിനെന്ത് വേണം? മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ഫജ്ർ നമസ്കാരം ജമാഅത്തായിട്ട് പള്ളിയിൽ നമസ്കരിച്ചാൽ ഒന്നാമതായി അള്ളാഹുവിൻ്റെ സുരക്ഷിതത്വം കിട്ടും. അവിടുന്ന് തുടങ്ങണം. അള്ളാഹുവിൻ്റെ സുരക്ഷിതത്വം, അതല്ലേ അള്ളാഹു നൽകേണ്ട പ്രതിരോധം. അതാണ് ഏറ്റവും ശക്തിയുള്ള പ്രതിരോധം. അവിടുന്ന് തുടങ്ങണം. പിന്നെ തിരുമേനി പഠിപ്പിച്ചു, നീ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ച് ജീവിച്ചോ, എന്നാൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും, നിന്നെ ശ്രദ്ധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, അങ്ങനെ ജീവിക്കണം. അതിന് നമുക്കാവണം. മന്ത്രിക്കണം, സ്വയം മന്ത്രിക്കണം. കഴിവില്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് മന്ത്രിച്ചു തരണം. ആ മന്ത്രിച്ചു തരേണ്ടത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളായാൽ ഏറ്റവും നന്നായി. ഈമാനുള്ള, തഖ്വയുള്ള, തവക്കുലുള്ള, തൗഹീദുള്ള ആളുകൾ മന്ത്രിക്കണം. അങ്ങനെ അതൊക്കെ ഉള്ളവർക്ക് മന്ത്രിക്കണം. രണ്ടും വിഷയമാണ്. ആർക്കേ ഉപകാരപ്പെടൂ? മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടൂ, അല്ലാത്തവർക്ക് നഷ്ടമാണ്. അപ്പോൾ ഈമാനുണ്ടായാൽ, തഖ്വയുണ്ടായാൽ, തൗഹീദുണ്ടായാൽ, തവക്കുലുണ്ടായാൽ നമുക്ക് രണ്ടും കിട്ടും. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിക്കണം, സൂക്ഷിച്ച് പരമാവധി സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുന്നു. മന്ത്രങ്ങൾ 3 വിധമാണ്. ഒന്നാമത്തേത് ശർഈയായ മന്ത്രം, അർറുഖിയ അശ്ശർഈയ, അഥവാ അള്ളാഹുവിൻ്റെ കലാമ് കൊണ്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന, സ്ഥിരപ്പെട്ട് ഹദീസുകളിൽ വന്ന ദിക്റുകളെ കൊണ്ട്, മന്ത്രങ്ങളെ കൊണ്ടുള്ള മന്ത്രം. ഇത് യഥാർത്ഥ മന്ത്രമാണ്, അനുവദിച്ച മന്ത്രമാണ്, ചെയ്യേണ്ട മന്ത്രമാണ്. ആ മന്ത്രങ്ങൾ ചെയ്യാൻ പണ്ഡിതന്മാർ ചില നിബന്ധനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തേതാണ് അള്ളാഹുവിൻ്റെ കലാമ് കൊണ്ടായിരിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളെ കൊണ്ടായിരിക്കുക. ആ പഠിപ്പിച്ച രൂപത്തിൽ, ആ പഠിപ്പിച്ച രീതിയിൽ അങ്ങനെ ആയിരിക്കുക. രണ്ടാമത്തേത്, ഈ മന്ത്രങ്ങൾ അറബി ഭാഷയിലായിരിക്കണം. അറബി ഭാഷയിലായിരിക്കണമെന്ന് മാത്രമല്ല, കേൾക്കുന്നവന് വ്യക്തമാകുന്ന, കാര്യങ്ങൾ മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കണം. അതാണ് യഥാർത്ഥ മന്ത്രം. കള്ളി വരച്ച് അറബി ഭാഷയിലുള്ള അക്ഷരങ്ങൾ തിരിച്ചോ മറിച്ചോ എഴുതിയാൽ അതെന്തല്ല,
മന്ത്രമല്ല. മന്ത്രമാകണമെങ്കിൽ അറബി ഭാഷയിലാകണം, മനസ്സിലാകുന്ന രീതിയിലാകണം, വ്യക്തമായിരിക്കണം. കാരണം ഇത് ഈ മന്ത്രം ചെയ്യുന്നവന് ആർക്കാണോ പ്രയാസം വന്ന് അവൻ ചെയ്യുന്നത്, അവന് അതിൻ്റെ ആശയം മനസ്സിലാക്കി അവൻ്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ശക്തിയുള്ള മന്ത്രമായിരിക്കണം എന്നർത്ഥം. വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട സംഗതിയാണ്. മൂന്നാമത്തേത്, ഈ പറഞ്ഞതല്ലാത്ത രൂപത്തിൽ സ്വയം നിർമ്മിതമായ മന്ത്രങ്ങൾ, അത് യഥാർത്ഥ മന്ത്രങ്ങളിൽ പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഔഫ് ഇബ്നു മാലിക്കുൽ അശ്ജഇ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ നർഖി ഫിൽ ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയ കാലത്ത് മന്ത്രിക്കാറുണ്ടായിരുന്നു. ഫഖുൽനാ യാ റസൂലല്ലാഹ് കൈഫ തറാ ഫീ ദാലിക്, ഞങ്ങൾ റസൂലിനോട് ചോദിച്ചു, റസൂലേ, ഞങ്ങൾ മന്ത്രിക്കുന്ന മന്ത്രങ്ങളെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? തിരുമേനി പറഞ്ഞു, ഇർദു അലയ്യ റിഖാക്കും, നിങ്ങൾ നടത്തുന്ന മന്ത്രങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരൂ. അവർ പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ ബഅസ ഫിർ റുഖാ മാ ലം യകുൻ ഫീഹി ഷിർക്ക്, ഷിർക്കില്ലെങ്കിൽ മന്ത്രങ്ങൾ തരക്കേടില്ല. അപ്പോൾ ഷിർക്ക് വരരുത്. അഥവാ ഈ രൂപത്തിൽ കൃത്യമായി വ്യക്തമായി അള്ളാഹുവിനോടായിരിക്കണം മന്ത്രങ്ങളുടെ സൂചനകളും ചോദ്യങ്ങളും എന്നർത്ഥം. മന്ത്രങ്ങളിൽ രണ്ടാമത്തേത് ഷിർക്ക് വരുന്ന മന്ത്രങ്ങളാണ്. ഗൗരവത്തോടു കൂടി കാണേണ്ട മന്ത്രങ്ങൾ. എന്താണ് ഷിർക്ക് വരുന്ന മന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ, ആ മന്ത്രങ്ങളെ മനുഷ്യനാസ്പദമാക്കുന്നു, ആ മന്ത്രങ്ങൾ എഴുതിയ കടലാസുകളെ ആശ്രയമാക്കുന്നു. ആശ്രയമാക്കേണ്ടത്, ആസ്പദമാക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അതിന് പകരം ഈ കടലാസുകളെയോ ഈ മന്ത്രങ്ങളെയോ ആസ്പദമാക്കുന്നു. അറബി ഭാഷയിൽ അർത്ഥമില്ലാത്ത, ആശയമില്ലാത്ത, അർത്ഥമറിയാത്ത എന്തോ എഴുതുന്നു, എന്നിട്ടത് ഫ്രെയിം ചെയ്യുന്നു, എന്നിട്ടത് വീട്ടിൽ തൂക്കുന്നു, കച്ചവട സ്ഥാപനത്തിൽ വെക്കുന്നു, വണ്ടിയിൽ വെക്കുന്നു. ഇത് മന്ത്രമല്ല. വണ്ടിയിൽ വെക്കാൻ അള്ളാഹു മന്ത്രം പഠിപ്പിച്ചു. ആ മന്ത്രവുമായി വണ്ടിയിൽ കയറണം, രക്ഷയുണ്ടാകും. പീടികയിൽ പറയാൻ, മാർക്കറ്റിൽ പറയാൻ അള്ളാഹുവിൻ റസൂൽ മന്ത്രം പഠിപ്പിച്ചു. ആ മന്ത്രവുമായി വേണം. മറ്റതൊക്കെ അബദ്ധമാണ്, ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. മാത്രമല്ല, ഈ സാധനങ്ങളിലൊക്കെ നാം ആസ്പദമാക്കാൻ തുടങ്ങിയാൽ, ഈ ഊതിയുണ്ടാക്കിയ നൂലുകളിലും കെട്ടിയുണ്ടാക്കിയ ഏലസുകളിലും എഴുതിയുണ്ടാക്കിയ ഫ്രെയിം ചെയ്ത ഈ കടലാസുകളിലുമൊക്കെ നാം ആസ്പദമാക്കിയാൽ, അള്ളാഹുവിനെ ആസ്പദമാക്കേണ്ടതിന് പകരം, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടതിന് പകരം, അള്ളാഹുവിൽ ഇഅ്തിമാദ് ചെയ്യേണ്ടതിന് പകരം ഇവകളിൽ ഇഅ്തിമാദ് ചെയ്താൽ ദീനിൽ നിന്ന് പുറത്തു പോകും, ഷിർക്കായി പോകും. ഗൗരവത്തോട് കൂടി കാണേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇത്തരം ആളുകളെ നാം കണ്ടുകൂടാ, ചോദിച്ചുകൂടാ, സമീപിച്ചുകൂടാ. അവരേത് പേരുള്ളവരാകട്ടെ. ചില ആൾക്കാർ പറയും, ഞങ്ങൾക്ക് ഇസ്ലാം ജിന്നുണ്ട്. ഏയ്, ഇസ്ലാം ജിന്ന്, ഇസ്ലാം ജിന്നുണ്ട്, മുസ്ലിം ജിന്നുണ്ട്. സൂറത്തുൽ ജിന്നിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മൂപ്പരെടുത്ത് മുസ്ലിം ജിന്നുണ്ട് എന്നാണ്, എന്നിട്ട് മൂപ്പര് ചികിത്സിക്കുന്നു. ആര് പഠിപ്പിച്ചു തന്നു? എവിടുന്ന് കിട്ടി? ആരറിഞ്ഞു? സ്വയം മുസ്ലിം അല്ല പലപ്പോഴും ഇയാൾ. എന്നിട്ട് അയാൾ പറയാ, എനിക്ക് മുസ്ലിം ജിന്ന് കീഴ്പ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ചികിത്സിക്കുന്നു. കരുതുക, ഇത്തരത്തിലുള്ള ആളുകളെയും ഇത് ചെയ്യുന്നവരെയും, മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം ആളുകളെ സമീപിക്കുകയും അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ അവൻ മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവിശ്വസിച്ചിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഗൗരവമുള്ളതാണ് വിഷയം എന്നർത്ഥം. അത് ഉപേക്ഷിക്കുക. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്ന് തോന്നുന്ന രൂപത്തിലുള്ള വാക്കുകളും വാചകങ്ങളും, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ നാവിലൂടെ പഠിപ്പിക്കാത്ത രൂപത്തിലും രീതിയിലും അള്ളാഹുവിന്റെ വാക്കുകൾ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും ചികിത്സകളും. അതിലാദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഞാൻ ആദ്യം പറഞ്ഞതാ. എന്താ? ഖുർആൻ എന്തല്ല?
ചികിത്സയല്ല. അതെന്താണ്? ഷിഫയാണ്. അതിന് പരിപാടികൾ, അതിന് ചാനലുകൾ, ചാനലിൽ തട്ടമിട്ടവർ തൊപ്പിയിട്ടവർ പരിപാടി നടത്തുന്നു. ചോദ്യം എന്താ? ചോദ്യം, എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട്, എൻ്റെ കച്ചവടം ഭയങ്കര നഷ്ടത്തിലാണ്, എൻ്റെ കുട്ടികൾക്ക് മാറാരോഗം, എൻ്റെ കുട്ടികൾ മെഡിസിന് പഠിക്കുകയാണ്, എൻട്രൻസിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, മാർക്ക് കിട്ടണം, എന്താ ചെയ്യേണ്ടത്? മൂപ്പരുടെ വക ഒരു ട്രീറ്റ്മെൻറ്റ്. എന്താ? ഭയങ്കര രസമാണ് ട്രീറ്റ്മെൻറ്റ് കേൾക്കാൻ. സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 10 ആയത്തുകൾ 14-ാം രാവിലുള്ള ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ നിന്ന് 6 പ്രാവശ്യം ഓതുക. എവിടുന്ന് കിട്ടി? ഈ മുസ്ലിയാർക്കും മൗലവിക്കും പുരോഹിതനൊക്കെ ഇത് എവിടുന്ന് കിട്ടി? അങ്ങനെ ഒന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ പറയേണ്ട ദിക്റുകൾ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. മുസ്ലിമിനോട് പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം പറയണം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. റസൂൽ കൃത്യമായിട്ട് പഠിപ്പിച്ചില്ലേ? അങ്ങനെ ഒരു സാധനം നബി പഠിപ്പിച്ചോ? എന്നാൽ അത് പറയാൻ ആരുമില്ല. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പറയണം 7 പ്രാവശ്യം, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും പറയണം 7 പ്രാവശ്യം. അല്ലേ? റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂല പറയണം 3 പ്രാവശ്യം. എണ്ണം കൃത്യ റസൂലുള്ളാഹിന്റെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിത്തന്നത് അങ്ങനെ. ആയത്തുൽ കുർസി മുബരി പറഞ്ഞത്, ആയത്തുൽ കുർസി 16 വട്ടം 3 പ്രാവശ്യമായി 16 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലിയാൽ പിന്നെ ഇതിൻ്റെ ഫലം ഭയങ്കരമാണ്. എവിടുന്ന് കിട്ടിയതാ ഫലം എന്നറിയില്ല. വഹി പുതിയത് വന്നതാ. അള്ളാഹുവിൻ്റെ റസൂൽ ആയത്തുൽ കുർസി ചൊല്ലിയാൽ ഫലം പറഞ്ഞു. നിങ്ങൾ എല്ലാ നമസ്കാരത്തിന് ശേഷം, നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ ആയത്തുൽ കുർസി ചെല്ലണം, ഉടൻ ആയത്തുൽ കുർസി ചെല്ലണം. റസൂലുള്ള പറഞ്ഞതാ. എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? നിങ്ങൾ ആ നമസ്കാരത്തിന് ശേഷം മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക തടസ്സം ഈ ആയത്തുൽ കുർസി നിങ്ങൾ ചെല്ലിയോ ഇല്ലേ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആയത്തുൽ കുർസി ചെല്ലിയാൽ എന്താവും? സ്വർഗത്തിലേക്ക് പോകും. കച്ചവടം നഷ്ടം ശരിയാവും എന്നല്ല പറഞ്ഞത്, സ്വർഗത്തിലേക്ക് പോകും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഴുവൻ ദിക്റുകളുടെയും മന്ത്രങ്ങളുടെയും തസ്ബീഹുകളുടെയും ദുആകളുടെയും പിറകിലുള്ള ഫലം ഈ ആളുകൾ കാണിച്ചു കൂട്ടുന്ന, ഈ പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും കാണിച്ചു കൂട്ടുന്ന ഭൗതികമായ നേട്ടങ്ങളല്ല, പരലോകത്തുള്ള നേട്ടമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ മനസ്സിലാക്കുക, ഇതാണ് മന്ത്രം. ഈ മന്ത്രം നാം ചെയ്യണം, നാം സ്വയം പഠിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് സ്വന്തം ചെയ്യണം. അതാണ് മുസ്ലിമിൻ്റെ കരുത്തും ശക്തിയും. ഈമാനിൻ്റെ കരുത്താണത്, ഈമാനിൻ്റെ ശക്തിയാണത്. തൗഹീദിൻ്റെ കരുത്തും തൗഹീദിൻ്റെ ശക്തിയുമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവയിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് ശരി. അതുകൊണ്ട് ഇതിലേക്ക് വരിക. ഇതാണ് ദീൻ. അള്ളാഹു അങ്ങനെയുള്ള യഥാർത്ഥ മുവഹിദുകളിൽ, യഥാർത്ഥ മുത്തഖീങ്ങളിൽ, യഥാർത്ഥ മുതവക്കിലീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر إخواننا المسلمين في كل مكان. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.